Hi all, today I'm going to present the topic adrenal gland. Adrenal glands are called the life-saving glands or essential endocrine glands. It's because the absence of adrenocorticohormones causes death within 3 to 15 days, and the absence of adrenomedullary hormones drastically decreases the resistance to mental and physical stress. ലൈഫ് സേവിംഗ് ഗ്ലാൻഡ്സ് എന്നാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്സ് അറിയപ്പെടുന്നത്. ഈ അഡ്രിനൽ ഗ്ലാൻഡില് മെയിൻ ആയിട്ടും രണ്ട് ഹോർമോണാണ് ഉള്ളത്. അഡ്രിനൽ കോർട്ടിക്കോ ഹോർമോൺസും അതുപോലെ തന്നെ അഡ്രിനോ മെഡുലറി ഹോർമോൺസും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ the absence of adrenal cortical hormones that leads to death. അതുപോലെ തന്നെ അഡ്രിനോമെഡുലറി ഹോർമോൺസിന്റെ ആബ്സെൻസ് നമുക്ക് മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അടുത്തതാണ് functional anatomy of adrenal glands. There are two adrenal glands. Each gland is situated on the upper pole of each kidney. Because of the situation, adrenal glands are otherwise called suprarenal glands. Each gland weighs about 4 gram. നമ്മുടെ ഈ അഡ്രിനൽ ഗ്ലാൻഡ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ അപ്പർ പോർഷനിലാണ്. അതുപോലെ തന്നെ ഇത് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 grams ആണ്. ഓരോന്നും 4 gram വീതമാണ്. പാർട്സ് ഓഫ് adrenal glands. Adrenal gland is made up of two distinct parts. First one is adrenal cortex and second one is adrenal medulla. Adrenal cortex is the outer portion that is constituting 80% of the gland. Adrenal medulla is the central portion that is constituting 20% of the gland. These two parts are different from each other in development, structure and functions. Adrenal medulla develops from the neural crest which gives origin to the sympathetic nervous system. നമ്മുടെ അഡ്രിനൽ മെഡുല ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂറൽ ക്രസ്റ്റിൽ നിന്നാണ്. ഈ ന്യൂറൽ ക്രസ്റ്റ് ആണ് നമ്മുടെ സിമ്പത്തറ്റിക് nervous സിസ്റ്റത്തിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. Adrenal cortex develop from the mesonephrons which give rise to the renal tissues. It secretes entirely a different group of hormones known as corticosteroids. നമ്മുടെ ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, കുറേയേറെ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന്. നമുക്ക് അതിന്റെ ഹിസ്റ്റോളജി നോക്കാം. അഡ്രിനൽ കോർട്ടെക്സ് ഫോം ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ടും 3 ലെയർ ഓഫ് സ്ട്രക്ചർ അനുസരിച്ചാണ്. ഈച്ച് ലെയർ ഈസ് ഡിസ്റ്റിങ് ഫ്രം വൺ അനദർ. ഓരോ ലെയറും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം ഏതൊക്കെയാ 3 ലെയേഴ്സ് എന്നുള്ളതും. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പഠിക്കേണ്ടതുമാണ്. ലെയേഴ്സ് ഏതാന്ന് വെച്ചാൽ ഔട്ടർ സോണയെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്ലോമറുലാസ്, സോണ ഗ്ലോമറുല. രണ്ടാമത്തേതാണ് മിഡിൽ സോണ ഫാസിക്കുലേറ്റ. ഇന്നർ പോർഷൻ ആണ് സോണ റെറ്റിക്കുലാരിസ്. ഈ 3 ലെയർ വെച്ചിട്ടാണ് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അഡ്രിനൽ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്നതാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന്. Based on their function, corticosteroids are classified into 3 groups. 3 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹോർമോൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച്. ഫസ്റ്റ് വൺ മിനറലോകോർട്ടിക്കോയിഡ്സ്, സെക്കൻഡ് വൺ glucocorticoids, third 6 hormones. ഇങ്ങനെ 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. മിനറലോകോർട്ടിക്കോയിഡ്സ് എന്താ നമുക്ക് നോക്കാം. Mineralocorticoids are the corticosteroids that act on the minerals, particularly sodium and potassium. മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ്. അത് മെയിൻ ആയിട്ടും ആക്ട് ചെയ്യുന്നത് മിനറൽസിലാണ്, എസ്പെഷ്യലി സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇനി ഈ മിനറലോകോർട്ടിക്കോയിഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ആൽഡോസ്റ്റിറോൺ, ലെവൻ,
deoxycorticosterone. Mineralocorticoids are transported in blood by binding with plasma proteins, especially globulins. അപ്പോൾ ഈ മിനറലോകോർട്ടിക്കോയിഡ്സ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ദ ഗ്ലോബുലിൻസ്. Mineralocorticoids are secreted by zona glomerulosa of adrenal cortex. ഈ ഒരു മിനറലോകോർട്ടിക്കോയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സോണ ഗ്ലോമറുലോസ എന്ന് പറഞ്ഞ ആ ഒരു ലെയർ ആണ്. ഇതിന്റെ ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ലൈഫ് സേവിങ് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ലൈഫ് സേവിങ് ഹോർമോൺസ് aldosterone is very essential for life and it maintains the osmolarity and volume of ECF. It is usually called life saving hormones because its absence causes death. എന്തുകൊണ്ടാണ് ലൈഫ് സേവിങ് എന്ന് വിളിക്കുന്നത്? ഇതിന്റെ ആബ്സെൻസ് ഡെത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. Aldosterone has three important functions. That is, it increases reabsorption of sodium from renal tubules. Renal tubules എവിടെയുള്ളത്? നമ്മുടെ renal gland ആണുള്ളത്. It increases excretion of potassium through renal tubules. It increases secretion of hydrogen into renal tubules. ഇങ്ങനെ മൂന്ന് functions ആണ് aldosterone ഉള്ളത്. അടുത്തതാണ് glucocorticoids. Glucocorticoids act mainly on glucose metabolism. Glucose metabolism ആണ് glucocorticoids ആക്ട് ചെയ്യുന്നത്. ഈ glucocorticoids ഏതൊക്കെയാന്ന് വെച്ചാൽ cortisol, corticosterone, cortisone. Glucocorticoids are secreted mainly by zona fasciculata of adrenal cortex. Adrenal cortexന്റെ ലെയർ ആയ zona fasciculata വഴിയാണ് നമ്മുടെ glucocorticoids സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. A small quantity of glucocorticoids also secreted by zona reticularis. Zona reticularis വഴി ഒരു ചെറിയൊരു amount of glucocorticoids സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി functions of glucocorticoids. Cortisone or hydrocortisone is more potent and it has 95% of glucocorticoid activity. അപ്പോൾ ഈ ഒരു cortisol എന്ന് പറയുന്നത് അല്ലെങ്കിൽ hydrocortisone എന്ന് പറയുന്ന ഒരു more potent ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് 95% ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി ആണ് ഉള്ളത്. Corticosterone is less potent, showing only 4% of glucocorticoid activity. Cortisone ആണെങ്കിൽ 1% ആക്ടിവിറ്റി അതിനുള്ളൂ. ഈ സെക്രീറ്റ് ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റി, അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫംഗ്ഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് പ്രൊട്ടക്റ്റിംഗ് ഹോർമോൺ ആണ് മറ്റുള്ളതിനെ പോലെ തന്നെ. Aldosterone is a life-saving hormone, whereas cortisol is a life-protecting hormone because it helps to withstand the stress and prolong life. അപ്പോൾ aldosterone എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് ഹോർമോൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത് ലൈഫ് പ്രൊട്ടക്റ്റിംഗ് ഹോർമോൺ ആണ്, നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഇറ്റ് ഹെൽപ്സ് ടു വിസ്റ്റാൻഡ്, അതായത് നമുക്ക് സ്ട്രെസ് അതുപോലെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഈവൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു ഹെൽപ്പ് നമുക്ക് നൽകുന്ന ആരാണ്? ഈ കോർട്ടിസോൾ ആണ്. Glucocorticoids have metabolic effects on carbohydrates, protein, fat and water. These hormones also show mild mineralocorticoid effect. ഒരു mineralocorticoid effectന്റെ ഒരു ചെറിയൊരു വെർഷൻ നമ്മുടെ ഈ ഹോർമോൺ ഷോ ചെയ്യുന്നുണ്ട്. Removal of adrenal glands in human beings and animals cause disturbances of metabolism. അതായത് നമ്മുടെ adrenal glandന്റെ റിമൂവല് നമ്മുടെ മെറ്റാബോളിക് അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അഡ്രിനൽ എക്ടോണമി നമ്മൾ നടത്തുവാണെങ്കിൽ അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. കാരണം എക്സ്പോഷർ ടു ഈവൻ മൈൽഡ് ഹാർംഫുൾ സ്ട്രെസ് ആഫ്റ്റർ അഡ്രിനൽ എക്ടോണമി ലീഡ്സ് ടു കൊളാപ്സ് ആൻഡ് ഡെത്ത്. നമ്മളെ ഈ ഒരു ആക്ടിവിറ്റി അഡ്രിനൽ എക്ടോണമി നമ്മൾ നടത്തിയതിന് ശേഷം ഒരു സ്ട്രെസ്ഫുൾ ഇവന്റിൽ നമ്മൾ എക്സ്പോഷർ ആവുകയാണെങ്കിൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. കാരണം എന്താ, അവിടെ നടക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ് റിമൂവലാണ് അവിടെ നടന്നിരിക്കുന്നത്, അത് കാരണമാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള ഫങ്ഷൻസ് പറഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദ കാറ്റബോളിസം ഓഫ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഡിക്രീസ് സെല്ലുലാർ പ്രോട്ടീൻസ്, it increases in plasma level of amino acids,
increases in protein content in liver. Glucocorticoids cause mobilization and redistribution of fats. Glucocorticoids plays an important role in the maintenance of water balance, and it is essential for normal functioning of nervous system. Three functions ആണ് നമ്മുടെ glucocorticoids എന്നുള്ളത്. അടുത്തതാണ് adrenal sex hormones. Third one ആണ് adrenal sex hormones. Adrenal sex hormones are secreted mainly by zona reticularis. Zona fasciculata secretes small quantities of sex hormones. Adrenal cortex secrete mainly the male sex hormone which are called androgens. നമ്മുടെ adrenal cortex മെയിൻ ആയിട്ട് മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ആൻഡ്രോജൻസ് എന്ന് വിളിക്കുന്നു. മെയിൽ സെക്സ് ഹോർമോണിനെയാണ് ആൻഡ്രോജൻസ് വിളിക്കുന്നത്. But a small quantity of estrogen and progesterone are also secreted by adrenal cortex. ഇനി ഈ ഒരു ആൻഡ്രോജൻസ് ഏതൊക്കെയാ നോക്കാം. ഡീഹൈഡ്രോ എപ്പിആൻഡ്രോസ്റ്റിറോൺസ്, ആൻഡ്രോസ്റ്റിഡോയിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഇത്രയും ആൻഡ്രോജൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. Dehydroepiandrosterone is the most active adrenal androgen. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള adrenal androgen ആണ് dehydroepiandrosterone. Androgens in general are responsible for masculine features of the body. മെയിൻ ആയിട്ട് ആൻഡ്രോജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ masculine featuresനെ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. In general, hyperplasia of adrenal cortex or tumor of zona reticularis, an excess quantity of androgens is secreted. നമ്മുടെ ഈ സോണ റെറ്റിക്കാലിസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, അതിനെന്തെങ്കിലും ട്യൂമർ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസ് ക്വാണ്ടിറ്റി ഓഫ് ആൻഡ്രോജൻ എന്ത് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഈ ട്യൂമർ ഓഫ് സോണ റെറ്റിക്കുലാരിസിനെ തന്നെ വിളിക്കുന്നതാണ് ഹൈപ്പർപ്ലാസിയ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇതെല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.